സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന ലെസണിലെ അവസാനത്തെ സെക്ഷനാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ നമ്മൾ നേരത്തെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന മേജർ കമ്മോഡിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, അത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്നത് നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് NCDEX ആണ്. അത് നമ്മൾ ഇതിനെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ പോർഷൻസ് വായിച്ച് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്ന് നോക്കാനുള്ളത് മൂന്നാമത്തെ കമ്മോഡിറ്റി മാർക്കറ്റായിട്ടുള്ള നാഷണൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്, NMCE. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1999. 1999 ഈ ഒരു എക്സ്ചേഞ്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അഹമ്മദാബാദിലാണ്. പക്ഷേ ഇത് പിന്നീട് ഇതിൻ്റെ പേര് ഇന്നത്തെ രീതിയിൽ നാഷണൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്നുള്ള പേരിൽ ആ പേര് ചേഞ്ച് ചെയ്തത് 2002. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിലെ കമ്മോഡിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് നാഷണൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിനെ കാണാൻ കഴിയും. ഇതിൻ്റെ മേജർ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സായിട്ട് വരുന്നത് സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷൻ, നാഷണൽ അഗ്രികൾച്ചറൽ കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഗുജറാത്ത് അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഗുജറാത്ത് സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ബോർഡ്, അതേപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് നെപ്റ്റ്യൂൺ ഓവർസീ ലിമിറ്റഡ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇതിലെ മേജർ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഒരു ഫസ്റ്റ് മോഡേൺ ഡിമ്യൂച്വലൈസ്ഡ് നേഷൻ വൈഡ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. അതേപോലെ തന്നെ സപ്പോർട്ടഡ് ബൈ ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരേപോലെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഫ്യൂച്ചർ ട്രേഡിംഗ്. സ്പോട്ട് ഡെലിവറി മാത്രമല്ല, എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫ്യൂച്ചർ ട്രേഡിങ്ങും നമുക്ക് ഈ NMCE വഴി ചെയ്യാവുന്നതാണ്. ഇറ്റ് ഇൻക്ലൂഡ് ഓയിൽ. ഇതിൽ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകളായിട്ടുള്ള ഓയിൽ, അതേപോലെ സീഡ്സ്, പൾസ്, ചന, അതോടൊപ്പം തന്നെ പെപ്പർ, കാഡ്മൺ തുടങ്ങിയവയും, അതോടൊപ്പം റബ്ബർ, സേക്കിംഗ്, റോജൂട്ട്, ഇതൊക്കെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ കമ്മോഡിറ്റീസ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് വഴി, അതായത് നമുക്ക് വൈഡായിട്ട് VPN ഉപയോഗിച്ചിട്ട് വൈഡ് നെറ്റ്വർക്ക് രീതിയിൽ നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ച് വഴി നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് നടത്താം. അഡീഷണൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് 1-2 സ്ലൈഡുകൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. നമ്മൾ പറയുന്ന അതേ പോയിന്റുകൾ തന്നെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഏതാണോ തോന്നുന്നത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ ടേം ഓഫ് ടെക്നോളജി, മാർക്കറ്റ് പ്രാക്ടീസ് ആൻഡ് കോൺട്രാക്ട് ഡിസൈൻ ആൻഡ് പ്രോഡക്റ്റ് ഹാവ് ബിക്കം ബെഞ്ച് മാർക്ക് ഫോർ ദി ഇൻഡസ്ട്രി. ഇറ്റ് ഈസ് എ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് ആണ്. അതേപോലെ ദ റെഗുലേഷൻസ് ബൈ ദി എക്സ്ചേഞ്ച് റൂൾ ബേസ്ഡ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി സോഫ്റ്റ്വെയർ ഇറ്റ് സെൽഫ്. മെയിനായിട്ട് എക്സ്പെർട്ടൈസ് ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറോട് കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു എക്സ്ചേഞ്ചാണ് ഇത് നമ്മുടെ NMCE എന്ന് പറയുന്നത്. ദ റെഗുലേഷൻ ഇൻവോൾവിങ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ആൻഡ് ഓഫ് ദി ഡിസ്ക്രിയേഷണറി നാച്ചർ. അതേപോലെ തന്നെ നമുക്കിവിടെ ഡേ ടു ഡേ കാര്യങ്ങൾ ഒക്കെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ക്വാളിഫൈഡ് പ്രൊഫഷണൽസിൻ്റെ ഒരു ഗ്രൂപ്പും നമുക്കിവിടെ കാണാൻ പറ്റും. ഓൺലി എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ടു ഹാവ് സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട്. അതേപോലെ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി, ഇത്രയും ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരേ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് കമ്മോഡിറ്റി ഫീൽഡിലുള്ളതാണ് ഇത് NMCE എന്ന് പറയുന്നത്. ഓൺലി ഇതിന് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ സെറ്റിൽമെൻറ്റ് ഫെസിലിറ്റീസിന് വേണ്ടിയും അതേപോലെ ഫാസ്റ്റായിട്ടും അതേപോലെ ഹെഡ്ജിങ് ദ റിസ്ക്, ഇതിലൊക്കെ നമുക്ക് ഹൈലി ടെക്നിക്കൽ ഇൻവോൾവ്മെൻ്റ് ആണ്. അതായത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ റെപ്രസെൻറ്റഡ് ഓൺ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇതിൽ വർക്ക് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ ഡേ ടു ഡേ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടീമിനെയും നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അതേപോലെ തന്നെ പബ്ലിക് ഇൻട്രസ്റ്റ്
rather than commercial interest guide the functioning of the exchange. മെയിനായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ പറയാനുള്ളത് ഫ്യൂച്ചർ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. സ്പോട്ട് ഡെലിവറി മാത്രമല്ല ഫ്യൂച്ചർ ട്രേഡിങ്ങും നമുക്ക് നടത്താം. 24 കമ്മോഡിറ്റീസ് ആണ്. 2002 നവംബർ 26 ഓൺവേർഡ്സ് നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ച് വഴി ഡീൽ ചെയ്യുന്നത്. നാഷണൽ ലെവലിൽ തന്നെ നമുക്ക് VPN ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നാഷണൽ ലെവലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ട്രേഡ് നടത്താം. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് റിസർച്ച് ഡെസ്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ റിസർച്ച് ഡെസ്ക് ദ ഐഡൻറ്റിഫൈ ദ ഹെഡ്ജിങ് നീഡ് ഓഫ് ദ കമ്മോഡിറ്റി മാർക്കറ്റ്, അതേപോലെ സെറ്റിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും റിസ്ക് ഹെഡ്ജിങ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ റിസർച്ച് ഡെസ്ക് കണ്ടെത്തി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് എക്സ്ചേഞ്ചാണ് ടു ടേക്ക് അപ്പ് ദ ഇഷ്യൂ ഓഫ് ദി ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ സ്പെക്കുലേറ്റീവ് ലോസ് ഡീൽ ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് എന്ന് നമുക്ക് പറയാം NMCA. കാരണം ഇവിടെ റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും റെമഡിയൽ മെഷേഴ്സൊക്കെ ഇവർ ചെയ്യുന്നത്. ഫസ്റ്റ് എക്സ്ചേഞ്ച് ടു എൻറോൾ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ഹൈ നെറ്റ്വർത്ത് കോർപ്പറേറ്റ് സെക്യൂരിറ്റി. ഇതിൻ്റെ ഈ ഒരു പോയിൻറ്റുകളിലൊക്കെ ഫസ്റ്റ് പൊസിഷനിലാണ് ഏത് NMC കേട്ടോ. അപ്പോൾ അത് പോയിൻ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതി വെക്കുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കുക. ഒരു റിസർച്ച് ഡെസ്ക് ഇതിനായിട്ടുണ്ട്. അതേപോലെ തന്നെ എൻറോൾ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ഹൈ നെറ്റ്വർത്ത് കോർപ്പറേറ്റ് സെക്യൂരിറ്റി ബ്രോക്കേഴ്സ്, അതിനിടയിൽ ഒരു എൻറോൾ ചെയ്തിരിക്കുന്ന ഒരു എക്സ്ചേഞ്ചാണ്. അതേപോലെ ഇൻട്രൊഡ്യൂസ് വെയർഹൗസ് റിസീപ്റ്റ് സിസ്റ്റം, മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊന്നും കാണാത്ത മറ്റൊരു ഫീച്ചേഴ്സാണ് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. വെയർഹൗസിൻ്റെ പിന്നെ നേരത്തെ നമ്മൾ ക്ലിയറിംഗ് ഹൗസ് സെറ്റിൽമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചറാണ് എന്ത്, ഇറ്റ് പ്രൊവൈഡ് ദ വെയർഹൗസ് റിസീപ്റ്റ് സിസ്റ്റം വിത്തിൻ എക്സിസ്റ്റിംഗ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. അതേപോലെ തന്നെ ഇന്നൊവേറ്റീവ് വേ, ന്യൂ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ രീതിയിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇന്നൊവേറ്റീവ് വേ ഓഫ് ഫങ്ഷനിങ് ആണ് എവിടെ നമുക്ക് കാണാൻ പറ്റുക, NMCAയിൽ കാണാൻ കഴിയുക. വെർച്വൽ പ്രൈവറ്റ് പ്ലാറ്റ്ഫോമിലാണ്, VPN വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നാഷണൽ വൈഡ് സ്കെയിലായിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഫ്രം ഓൾ ഇറ്റ്സ് ട്രേഡിംഗ് ടെർമിനൽ, എല്ലാ ടെർമിനലിലും നമുക്ക് ഇതിനുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കൗണ്ടർ ബിഡോ അല്ലെങ്കിൽ കൗണ്ടർ ഓഫറോ നമുക്ക് കണ്ടെത്താം. ഒരു കൗണ്ടർ പാർട്ടി ആരാണോ വരുന്നത് ആ കൗണ്ടർ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ കീപ്പ് ചെയ്യുന്നതാണ്. ഈ സീക്രസി നമുക്ക് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അൺഫെയർ പ്രാക്ടീസുകൾ ഒഴിവാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് NMCAയിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡറുമായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിഡോ ഓഫറോ നമുക്കതിൽ കണ്ടെത്താം. പക്ഷേ അതിലെ കൗണ്ടർ പാർട്ടീസിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും. ആ സീക്രസി കീപ്പ് ചെയ്യുന്നത് കൊണ്ട് അൺഫെയർ പ്രാക്ടീസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എഫിഷ്യൻസി ഓഫ് പ്രൈസ് ഡിസ്കവറിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടേതായ ഒരു എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇറ്റ് സെറ്റപ്പ് ദ ട്രേഡ് ഗ്യാരണ്ടി ഫണ്ട്, വെൽ ക്യാപിറ്റലൈസ്ഡ് ഇൻ ഹൗസ് ക്ലിയറിംഗ് ഹൗസ് ഫെസിലിറ്റീസുമാണ് ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ NMCയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്നെ അത് സയൻറ്റിഫിക്കലി ഓർഗനൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത, ആൾ പ്രൊമോട്ടേഴ്സ് ആർ സീറോ ഡെപ്റ്റ് എൻറ്റിറ്റീസ് എൻഷുർ ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ചും കൂടിയാണ് NMCE എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ലിമിറ്റഡ് ആണ്, ICEX. ഇതൊരു ഡീംഡ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്ഷൻ 30 സബ്സെക്ഷൻ B ഓഫ് ദ ഫിനാൻസ് ആക്ട് 2015 ഫിനാൻസ് ആക്ടിൻ്റെ കീഴിലാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ തന്നെ. അതേപോലെ തന്നെ ഇതിന് വെയർഹൗസിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. സ്ക്രീൻ ബേസ്ഡ് ഓൺലൈൻ ട്രേഡിംഗ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഐഡിയലി
പൊസിഷൻസ് ടു ലിവറേജ് ദ ഹ്യൂജ് പൊട്ടൻഷ്യൽ ഓഫ് കമ്മോഡിറ്റി മാർക്കറ്റ്. അപ്പോൾ ലിവറേജ് ബേസിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റാണ് ICEX. ഇറ്റ് എൻകറേജ് പാർട്ടിസിപ്പൻസ് ഓഫ് ആക്ച്വൽ യൂസേഴ്സ് ടു ബെനിഫിറ്റ് ഫ്രം ദി ഓപ്പർച്യൂണിറ്റി ഓഫ് ഹെഡ്ജിങ്. അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, സപ്ലൈ മാനേജ്മെൻറ്റ്, ഇതിനൊക്കെ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിസിപ്പൻസിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ഏത് വർക്ക് ചെയ്യുന്നത്, ICEX വർക്ക് ചെയ്യുന്നത്. ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ്. ഇതിൽ വരുന്ന മേജർ ഷെയർ ഹോൾഡിങ്സ് എന്ന് പറയുന്നത് റിലയൻസ്, അതേപോലെ MMTC, ഇന്ത്യൻ ബുൾ ഹൗസ്, അതേപോലെ ക്രിപ്കോ ആൻഡ് IDFC ബാങ്ക്, ഇതൊക്കെയാണ് മേജർ ഷെയർ ഹോൾഡേഴ്സായിട്ട് ഇതിൽ വരുന്നത്. മോസ്റ്റ് ഓഫ് ദ കമ്മോഡിറ്റീസിൻ്റെയും ഒരു ഹബ്ബുണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിംഗ് നടത്താൻ പറ്റും. ഫെയർ, ട്രാൻസ്പെറൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ട്രേഡിംഗ് ആണ്. ഓൺലൈനാണ്, സ്ക്രീൻ ബേസ്ഡ് ആണ്, അതുകൊണ്ട് ഫെയർ ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. അതേപോലെ എഫിഷ്യൻറ്റ് ട്രേഡിംഗ് ഒക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഹെൽപ്ഫുള്ളാണ്, പോസിബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ 2018 സെപ്റ്റംബർ 1 ഇത് NMCEയുമായിട്ട് മെർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. മെർജ് ചെയ്തിട്ടുണ്ട്. മെർജ് ചെയ്ത ഡേറ്റ് 2018 സെപ്റ്റംബർ 11 ഇതിൽ ഡീൽ ചെയ്യുന്നത് ഫ്യൂച്ചർ ട്രേഡിംഗ്, അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് വരുന്നുണ്ട്, അതേപോലെ ബുള്ളിയൻ വരുന്നുണ്ട്, ബേസ് മെറ്റൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ എനർജി മെറ്റൽസ്. ഈ കമ്മോഡിറ്റീസ് എല്ലാം ഡീൽ ചെയ്യുന്ന ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഏത്, ICEX എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏസ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആണ്, ACE. ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് 1952 മുംബൈയിലാണ്. ഇതിൻ്റെ ഓക്കെ, നമുക്ക് ഇനി നോക്കാനുള്ളത് ഏസ് ആണ്. ഏസ് പിന്നെ ഫോം ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് എക്സ്ചേഞ്ച് നമുക്ക് നോക്കാനുള്ളത് ഏസ് ആണ്, ഏസ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്. ഏസ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ഫോർമർലി അതിൻ്റെ പേര് അഹമ്മദാബാദ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്നായിരുന്നു. 1952 ഫൗണ്ട് ചെയ്തതാണ്. പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ കേൾക്കുന്ന ഏസ് ഡെറിവേറ്റീവ് ആൻഡ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്നുള്ള പേരിൽ ആ പേര് ചേഞ്ച് ചെയ്തിരിക്കുന്നത് 2010 ഏപ്രിലാണ്. ഇതൊരു സ്ക്രീൻ ബേസ്ഡ് ഓൺലൈൻ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആണ്. 5 decade ആയിട്ട് നമുക്ക് ഈ ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൽ ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ബെസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് പ്രാക്ടീസായിട്ട് കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ ഡീലിംഗ് നടത്തുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ഇതിലെ മേജർ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്, ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കൊഡാക്ക് ഗ്രൂപ്പ്, അതേപോലെ ഹരിയാന സ്റ്റേറ്റ് കോർപ്പറേറ്റ് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അതേപോലെ ബാങ്ക് ഓഫ് ബറോഡ, കോർപ്പറേഷൻ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇവരൊക്കെയാണ് ഇതിലെ മേജർ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 230 രജിസ്റ്റേർഡ് മെമ്പേഴ്സ് നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാണാൻ പറ്റും. ഇത് ന്യൂ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വിച്ച് കമ്പൈൻ ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദ ഗ്ലോബൽ എക്സ്ചേഞ്ച് വിത്ത് ഡീപ്പ് ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഇൻ ഈച്ച് കമ്മോഡിറ്റി വെർട്ടിക്കൽ. അത് ഡീൽ ചെയ്യുന്നത് ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് ആണ്. അപ്പോൾ ഓരോ കമ്മോഡിറ്റീസിൻ്റെയും, അതായത് ഇപ്പോൾ അഗ്രികൾച്ചർ ആണെങ്കിൽ അഗ്രികൾച്ചർ, അങ്ങനെ ഓരോ വെറൈറ്റി അതിലെല്ലാം തന്നെ നമുക്ക് ഒരു വെർട്ടിക്കൽ എക്സ്പെർട്ടൈസ്, ഡൊമൈൻ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു സർവീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ മെയിനായിട്ടുള്ള ബെഞ്ച് മാർക്ക് ഫോർ ക്വിക്കർ ട്രേഡ് സിങ്ക്രോണൈസേഷൻ ആൻഡ് പ്രൈസ് ഇൻഫോർമേഷൻ ബ്രോഡ്കാസ്റ്റ് ആണ്. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഇന്നോവേഷൻസ്, അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. കൺവീനിയൻറ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അതേപോലെ തന്നെ ഇത് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഫെസിലിറ്റീസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രജിസ്ട്രേഷൻ ഓഫ് ദ ട്രേഡ്, സെറ്റിൽമെൻറ്റ് ഓഫ് ദ കോൺട്രാക്റ്റ്, അതേപോലെ കൗണ്ടർ പാർട്ടി മിറ്റിഗേഷൻ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു അതിലെ പാർട്ടിസിപ്പൻസിന് വളരെ ഇഫക്റ്റീവായിട്ട്, അതേപോലെ തന്നെ ഫ്രീ മൈൻഡോട്, ഒരു പീസ്ഫുൾ മൈൻഡോട് കൂടിയിട്ട് അവർക്ക് ട്രേഡിംഗ് നടത്താൻ കഴിയുന്ന ഒരു എക്സ്ചേഞ്ച് കൂടിയാണ് ഏത്, ഏസ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഓഫർ ട്രേഡിംഗ് സർവീസ് ഇൻ ദ ഏരിയ ഓഫ് ദ പ്രഷ്യസ് മെറ്റൽ. ഡീൽ ചെയ്യുന്ന കമ്മോഡിറ്റീസാണ് പ്രഷ്യസ് മെറ്റൽ, അതായത് ഗോൾഡ് ഹെഡ്ജ്, സിൽവർ, ഇതെല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ എനർജി ഡീൽ ചെയ്യുന്നുണ്ട്, ക്രൂഡ് ഓയിൽ, ബേസ് മെറ്റലിൽ തന്നെ കോപ്പറിൻ്റെയൊക്കെ ഒരു ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് നടക്കുന്ന പ്ലാറ്റ്ഫോമാണിത്. അതേപോലെ തന്നെ ഫൈബർ, കോട്ടൺ, പൾസ്, ചന, അതേപോലുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകളും, കസ്റ്റം സീഡ്, ക്രൂഡ് പാം, മസ്റ്റാർഡ് സീഡ്,
പാം ഓയിൽ, സോയാബീൻ, ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ ഡീലിങ്സൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ചെയ്യാം. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ ഓൺലൈൻ മൾട്ടി കമ്മോഡിറ്റി പ്ലാറ്റ്ഫോമാണ്. അതായത് ഇപ്പോൾ മെറ്റൽ മാത്രമല്ല, പ്രഷ്യസ് മെറ്റലും അതേപോലെ തന്നെ അതർ മെറ്റൽ, അഗ്രോ ബേസ്ഡ്, സോഫ്റ്റ് കമ്മോഡിറ്റീസ്, ലൈവ് സ്റ്റോക്ക്, അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ്സസിലുള്ള കമ്മോഡിറ്റീസ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു മൾട്ടി കമ്മോഡിറ്റി പ്ലാറ്റ്ഫോം എന്ന് പറയാം. ഇതാണ് നമുക്ക് എയ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി മാർക്കറ്റാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് റൂൾസൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. റീച്ച്ഡ് ബിറ്റ്വീൻ ദ നേഷൻ ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് കൺസ്യൂം എ നാച്ചുറൽ ഓർ അഗ്രികൾച്ചറൽ റിസോഴ്സ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കമ്മോഡിറ്റി മാർക്കറ്റാണ് ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി മാർക്കറ്റ്. ഇതിവിടെ ഒരു എഗ്രിമെൻറ്റ് ബേസിലാണ്. ആ ഒരു എഗ്രിമെൻറ്റ് പ്രകാരം അഡ്മിനിസ്ട്രേറ്റീവ് നാച്ചർ, അതേപോലെ ഇൻഫ്ലുവൻസ് കമ്മോഡിറ്റീസ് പ്രൈസ്, അത് നമുക്ക് ആ ഒരു എഗ്രിമെൻറ്റിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ചിട്ട് കമ്മോഡിറ്റീൻ്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യാനും ഡീലിംഗ് നടത്താനൊക്കെ നമുക്ക് പറ്റും. ഇറ്റ് വിൽ ടിപ്പിക്കലി ഡിസൈൻ ടു ഇംപ്രൂവ് ദ വേ ദ ഗ്ലോബൽ മാർക്കറ്റ് ഫോർ എ കമ്മോഡിറ്റി ഫംഗ്ഷൻ. അപ്പോൾ നാച്ചുറൽ അഗ്രികൾച്ചർ റിസോഴ്സസിന് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫാർമേഴ്സിന് അതല്ലെങ്കിൽ അതിലെ പാർട്ടിസിപ്പൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡെവലപ്ഡ് മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി മാർക്കറ്റിനെ പറയാം. ഇവിടെ ഡീൽ ചെയ്യുന്ന ഇവിടെ നമ്മൾ വേൾഡ് ഓവർ ആ രീതിയിലാണ്, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇതിൽ പാർട്ടിസിപ്പൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഡീൽ ചെയ്യുന്ന കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് പ്രഷ്യസ് മെറ്റലായിട്ടുള്ള ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം അതെല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ അതർ മെറ്റൽ, നിക്കൽ, അലുമിനിയം, കോപ്പർ, പിന്നെ അഗ്രോ ബേസ്ഡ് കമ്മോഡിറ്റീസ് ആണെങ്കിൽ വീറ്റ്, കോട്ടൺ, അതുപോലെ സോഫ്റ്റ് കമ്മോഡിറ്റീസിൽ കോഫി, കൊക്കോ, ഷുഗർ, പിന്നെ ലൈവ് സ്റ്റോക്കിൽ വരുന്ന ലൈവ് കാറ്റിൽ ഐറ്റംസ്, എനർജി ഐറ്റംസ് ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഈ ഇത്തരത്തിലുള്ള കമ്മോഡിറ്റീസിൻ്റെ ഒക്കെ ഒരു എക്സ്ചേഞ്ച് നമുക്ക് ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി മാർക്കറ്റിൽ കാണാം. പിന്നെ രണ്ട് രീതിയിലുള്ള പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഓവർ ദ കൗണ്ടർ അല്ലെങ്കിൽ സ്പോട്ട് ഡീലിങ്സും, മറ്റൊന്ന് വരുന്നത് എക്സ്ചേഞ്ച് ബേസ്ഡ്, അതായത് ഫ്യൂച്ചർ ഡീലിങ്സ് ആണ് വരുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമായിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അതാണ് ഇതിനെക്കുറിച്ച് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഓവർ ദ കൗണ്ടർ വഴിയാണെങ്കിൽ സ്പോട്ട് മാർക്കറ്റാണ്. അവിടെ മെയിനായിട്ട് നമ്മൾ ലോക്കലൈസ്ഡ് സ്പെസിഫിക് കമ്മോഡിറ്റീസിനാണ് അവിടെ ഫിസിക്കൽ ഡെലിവറി ബേസ് ചെയ്തുകൊണ്ടാണ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രേഡിങ് നടക്കുന്നത്. പക്ഷേ ഈ OTCയിൽ നമുക്ക് വേണമെങ്കിൽ ഫോർവേഡ് ഡീലിങ്സും നടത്താം. പക്ഷേ എന്ത് ചെയ്യണം, അവർ ഡീൽ ചെയ്യുന്ന ആളുകൾ ഫിസിക്കൽ അതിൻ്റെ ഡെലിവറി ആ ഒരു ടൈമിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം. അത് റെസ്ട്രിക്റ്റഡ് ആണ്. എങ്കിൽ മാത്രമാണ് ആ OTC വഴി നമുക്ക് ഫോർവേഡ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ഡീലിങ്സ് നടത്താൻ കഴിയുള്ളൂ. അതേപോലെ ഇത് റെസ്ട്രിക്റ്റഡ് ആണ്. ഓൺലി ദോസ് പീപ്പിൾ, അതായത് ഡയറക്റ്റ്ലി ആ കമ്മോഡിറ്റിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് ട്രേഡ് നടത്താൻ പറ്റുള്ളൂ. ഇതാണ് ഓവർ ദ കൗണ്ടറിൽ പറയുന്നത്. പിന്നെ വരുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ട് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫോർവേഡിൻ്റെ ഇക്വിറ്റി ട്രാൻസാക്ഷൻസ്, ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ ഡീലിംഗ് പോലെ ചെയ്യുന്നതാണ്. സ്റ്റാൻഡേർഡൈസ്ഡ് മെത്തേഡാണ്. അവിടെ നമ്മൾ ഡീലേഴ്സ് മാത്രമായിരിക്കും, അതായത് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഇല്ലാത്ത ആളുകൾക്കും ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഭാഗമാവാൻ പറ്റും. ഇവിടെ നമ്മൾ കോൺട്രാക്റ്റ് വാല്യൂവിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് കൊടുത്ത് കോൺട്രാക്റ്റിൻ്റെ ഭാഗം എഗ്രി ചെയ്യും. ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ ഫ്യൂച്ചർ ഡേറ്റിലാണ് ആ ഒരു ഡെലിവറി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റ്. ഇവിടെ നമ്മൾ മേജർ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് മാർക്കറ്റ് കൂടെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുകയാണ്. അതിൽ വരുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ആണ്. കറൻറ്റ് ഫോം ഇന്നത്തെ രൂപത്തിൽ അത് ഈ ഒരു ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് വന്നിരിക്കുന്നത് 1994 ഇതിന് മുന്നേ ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ആൻഡ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ന്യൂയോർക്ക്, കോമാക്സ് എന്നായിരുന്നു. അത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് ഇപ്പോൾ ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ഒരൊറ്റ പേരിൽ 1994 മുതലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വേൾഡ് ലാർജസ്റ്റ് മാർക്കറ്റ് ഇൻ എനർജി ആൻഡ് പ്രഷ്യസ് മെറ്റൽ, ലാർജസ്റ്റ് മാർക്കറ്റ്, അതേപോലെ പ്രഷ്യസ് മെറ്റൽസ് ഡീൽ ചെയ്യുന്ന ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇത്.
ഈ ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ അതിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അതിൽ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ വരുന്നത് ഇൻ്റർനാഷണൽ പെട്രോളിയം എക്സ്ചേഞ്ച് ആണ്. ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ബേസിലാണ് അവിടെ ഇങ്ങനെ കമ്മോഡിറ്റി ഡീലിങ്സ് നടക്കുന്നത്. അതായത് ഇപ്പോൾ ക്രൂഡ് ആൻഡ് ഗ്യാസ് ഓയിലിൻ്റെ ഇറ്റ് ഓഫർ ദ ഫെസിലിറ്റി ഫോർ മേക്കിംഗ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫ്യൂച്ചർ ഫോർ ഫിസിക്കൽസ്. അവിടെ ഇങ്ങനെ ആ ഒരു ഡീലിങ്സിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഫ്യൂച്ചർ ഫോർ ഫിസിക്കൽ കമ്മോഡിറ്റീസിൻ്റെ ഡീലിങ്സ്. നെക്സ്റ്റ് വൺ വരുന്നത് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച് ആണ്, LME. ലണ്ടൻ മാർക്കറ്റ് ഫോർ ട്രേഡ് ഇൻ മെറ്റൽ, ആ പേരിൽ തന്നെ ഉണ്ട്. ആൻഡ് വേൾഡ് ഫ്യൂച്ചർ ആൻഡ് ക്യാഷ് മാർക്കറ്റ് ഫോർ ട്രേഡ് ഇൻ നോൺ ഫെറോസ് മെറ്റൽ, അതായത് ഇപ്പോൾ പ്രഷ്യസ് മെറ്റൽ അല്ലാത്ത മെറ്റൽസ്, അതിൽ അലുമിനിയം, കോപ്പർ, നിക്കൽ ഇത്തരത്തിലുള്ള മെറ്റൽസിൻ്റെ ഡീലിംഗ് കൂടെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാണാൻ കഴിയും. ഈ മാർക്കറ്റ് ഡെയിലി ഫോർ ക്യാഷ് ആൻഡ് കോൺട്രാക്റ്റ് അപ് ടു 3 മന്ത്, അതേപോലെ തന്നെ വീക്കിലി അത് കോൺട്രാക്റ്റ് അപ് ടു 15 മന്ത്, ഈ രീതിയിലുള്ള ഡീലിങ്സ് ആണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. ക്യാഷ് ബേസ് ആണെങ്കിൽ ഡെയിലി സെറ്റിൽ ചെയ്യുന്ന രീതിയിൽ, അതേപോലെ കോൺട്രാക്റ്റിൽ 3 മന്ത്, പിന്നെ അതേപോലെ വീക്കിലി ഒരു 15 മന്തിൻ്റെ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റുകളൊക്കെ ഈ ലണ്ടൻ മെറ്റൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഡീലിംഗ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 400 LME അപ്രൂവ്ഡ് ആയിട്ട് ചെയ്യുന്നത് വെയർഹൗസ്, അതേപോലെ 32 ലൊക്കേഷൻസ് കവറിങ് USA, യൂറോപ്പ് ഇതൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ വൈഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് LMEക്കുള്ളത്. പിന്നെ വരുന്നത് ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് ആണ്. ഇവിടെ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസിൻ്റെ ഡീലിങ്സും അതേപോലെ തന്നെ മെയിനായിട്ട് ഗോൾഡ് ആൻഡ് സിൽവർ ഉണ്ടെങ്കിലും അവിടെ ഇങ്ങനെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ആണ്. പിന്നെ ഗോൾഡ് ആൻഡ് സിൽവറിൻ്റെ കോൺട്രാക്റ്റും അവിടെ നമുക്ക് കാണാൻ പറ്റും. ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ്, CBOT. നെക്സ്റ്റ് വൺ വരുന്നത് CME ആണ്, ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച്. ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ആണ് CME. ഇവിടെ മെയിനായിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാർക്കറ്റാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത് ലീഡർ ഇൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, ഒരു ലീഡേഴ്സ് എന്ന രീതിയിലാണ്. US-ലെ ലാർജസ്റ്റ് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് ആണ് CME. ഇവിടെ ഇലക്ട്രോണിക് ട്രേഡിംഗ് ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഇക്വിറ്റി, ഫോറിൻ എക്സ്ചേഞ്ച്, അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി, ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഓപ്ഷനിൽ എന്തൊക്കെയാണോ നമ്മൾ പഠിച്ചിട്ടുള്ള ഐറ്റംസ് അതെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച്. ഇവിടെ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ന്യൂയോർക്ക് ബോർഡ് ഓഫ് ട്രേഡ് ആണ്, NYBOT, ന്യൂയോർക്ക് ബോർഡ് ഓഫ് ട്രേഡ്. വേൾഡ് ലാർജസ്റ്റ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഫോർ കോഫി, ഷുഗർ, കോട്ടൺ ആൻഡ് ഫ്രോസൺ, അതായത് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് കമ്മോഡിറ്റി കോഫിയുടെ ഷുഗറിൻ്റെ ഒക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, NYBOT, അതായത് ന്യൂയോർക്ക് ബോർഡ് ഓഫ് ട്രേഡ് ആണ്. 1870 ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഇത് ഫോറിൻ കറൻസി അതേപോലെ ഡെറിവേറ്റീവ് ഇക്വിറ്റിയും ഇപ്പോൾ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അടുത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുന്നത് കൻസാസ് ബോർഡ് ഓഫ് ട്രേഡ് ആണ്. ഇവിടെ മെയിനായിട്ട് ഇത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് വിൻ്റർ വീറ്റ്, റെഡ് വിൻ്റർ വീറ്റാണ്. ഇപ്പോൾ നമ്മുടെ വീറ്റിൻ്റെ പ്രൈസിൻ്റെ ബെഞ്ച് മാർക്കിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒരു പിന്നെ ആ ഒരു വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബാക്കി പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂടെ വരുന്നത്. അപ്പോൾ ദിസ് എക്സ്ചേഞ്ച് നമുക്ക് ബെഞ്ച് മാർക്ക് ഫോർ ബ്രെഡ് വീറ്റ് പ്രൈസ് ആ രീതിയിൽ കാണാം. അതായത് റെഡ് വിൻ്റർ വീറ്റിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കമ്മോഡിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഏത്, കൻസാസ് ബോർഡ് ഓഫ് ട്രേഡ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വിന്നിംഗ് പെഗ് ആണ്. വിന്നിംഗ് പെഗ് കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് മാത്രമാണ്. അവിടെ ഐറ്റംസ് മെയിനായിട്ട് വീറ്റ്, ബാർലി, കനോല, ഈ 3 ഐറ്റംസിൻ്റെ ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ ട്രേഡ് മാത്രമാണ് വിന്നിംഗ് പെഗ് കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഡാലിയൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. ചൈന ട്രേഡ് ഇൻ കോൺ ആൻഡ് സോയാബീൻ, അവിടെ ഡീൽ ചെയ്യുന്നത് കോണും അതേപോലെ തന്നെ സോയാബീനുമാണ്. ഇതിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഡീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രേഡിൽ ഐറ്റംസ് കൂടുതലായിട്ട് കമ്മോഡിറ്റീസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ക്രൂഡ് ഓയിൽ, പവർ, സ്റ്റീല്, പ്ലാസ്റ്റിക് ഇതൊക്കെ ഇന്ന് ഡാലിയൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ബർസ
മലേഷ്യ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആണ്. ഇവിടെ മെയിനായിട്ട് ക്രൂഡ് പാം ഓയിൽ ഫ്യൂച്ചർ, അതേപോലെ ക്രൂഡ് പാം ഓയിൽ, കേണൽ ഓയിൽ ഫ്യൂച്ചർ, ഇൻഡെക്സ് ഫ്യൂച്ചർ, ഓപ്ഷൻ ആൻഡ് ഗവൺമെൻറ് സെക്യൂരിറ്റി. ആ പേരിൽ തന്നെയുണ്ട് മലേഷ്യ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ആണ്. ഡീൽ ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് പാം ഓയിൽ, അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ, ഇൻഡെക്സ് ഫ്യൂച്ചറും ഓപ്ഷനും ഗവൺമെൻറ് സെക്യൂരിറ്റീസും ഡീൽ ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ് ഇത് ബേഴ്സ മലേഷ്യ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്. നെക്സ്റ്റ് വൺ വരുന്നത് സിംഗപ്പൂർ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് റബ്ബർ ആൻഡ് റോബസ്റ്റ കോഫി. റബ്ബർ ആൻഡ് റോബസ്റ്റ കോഫി അതാണ് അവിടെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന കമ്മോഡിറ്റീസ്. നെക്സ്റ്റ് വൺ വരുന്നത് ടോക്കിയോ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. ലാർജസ്റ്റ് എക്സ്ചേഞ്ച് ഇൻ ജപ്പാൻ. ജപ്പാനിലെ ലാർജസ്റ്റും അതേപോലെ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ് ടോക്കിയോ കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. അവിടെ ഡീൽ ചെയ്യപ്പെടുന്ന കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ, ഗ്യാസ്, കെറോസിൻ, ഗോൾഡ്, സിൽവർ, അലുമിനിയം, പ്ലാറ്റിനം ആൻഡ് റബ്ബർ ഐറ്റംസ്. ഇത്രയാണ് ടോക്കിയോ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഷാങ്ഹായ് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് ആണ്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ആണ്. അവിടെ ഡീൽ ചെയ്യപ്പെടുന്നത് കോപ്പർ ആണ്, അതേപോലെ അലുമിനിയം, ഫ്യൂവൽ, റബ്ബർ, ഈ ഐറ്റം കൂടെ ഷാങ്ഹായ് ഫ്യൂച്ചർ എക്സ്ചേഞ്ചിൽ നടക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനൊക്കെ ഇതിൻ്റെ മുന്നത്തെ ലെസണിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കമ്മോഡിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന പോയിന്റ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഏത് കമ്മോഡിറ്റിയാണ് ട്രേഡ് നടത്തുന്നത് അത് മാത്രം ഒന്ന് ഈ ലെസണിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഷാങ്ഹായിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ അലുമിനിയം, ഫ്യൂവൽ ആൻഡ് റബ്ബർ. നെക്സ്റ്റ് വൺ വരുന്നത് സിഡ്നിയാണ്. സിഡ്നി ഫ്യൂച്ചർ എക്സ്ചേഞ്ച് ആണ്. ഇവിടെ ഡീൽ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്, ഇക്വിറ്റീസ്, കറൻസി, അതായത് മെയിനായിട്ട് സ്വാപ്പിൽ നമ്മൾ പഠിച്ച ഐറ്റംസ്. ഇൻട്രസ്റ്റ് റേറ്റ്, സ്വാപ്പ്, ഇക്വിറ്റി, കറൻസി, അതോടൊപ്പം തന്നെ കമ്മോഡിറ്റീസും ഡീൽ ചെയ്യുന്നുണ്ട്. കമ്മോഡിറ്റീസിൽ മെയിനായിട്ട് വൂൾ ആൻഡ് കാറ്റിൽ ഫ്യൂച്ചർ ഇൻ ഇറ്റ്സ് സ്പെഷ്യാലിറ്റി ഐറ്റം പറയുന്നത് കാറ്റിൽ ഫ്യൂച്ചറും അതേപോലെ വൂളുമാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലണ്ടൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എക്സ്ചേഞ്ച് ആണ്. ഇതിനെ നമുക്ക് യൂറോനെക്സ്റ്റ് എന്നുള്ള പേരിൽ പറയാം. ഇവിടെ മെയിനായിട്ട് ട്രേഡ് നടത്തുന്നത് കൊക്കോ, റോബസ്റ്റ കോഫി, കോൺ, പൊട്ടാറ്റോ, അതേപോലെ തന്നെ ഷുഗർ, വീറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നാഷണൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ് ആണ്. നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്. ഇതിലെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിലെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചുകളാണ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് ദുബായ് ഗോൾഡ് ആൻഡ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. ആ പേരിൽ തന്നെ ഉണ്ട്. അത് ഫോം ചെയ്തിരിക്കുന്നത് ദുബായിലാണ്. ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജോയിൻ്റ്ലി ബൈ ദുബായ് ഗവൺമെൻറ് എസ് വെൽ ആസ് MCX ആൻഡ് FTIL. അവിടെ ട്രേഡ് ചെയ്യുന്നത് മെയിനായിട്ടും ഗോൾഡാണ്, ബട്ട് പ്ലാൻ ടു ട്രേഡ് ഇൻ അതർ ആൾസോ. മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഗോൾഡ് ഐറ്റം ആണെങ്കിലും അതർ ഐറ്റംസ് കൂടെ അതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനില്ല കേട്ടോ. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ലൊക്കേഷൻ ഓഫ് സെർവിങ് ആൾ ടൈം സോണാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ദുബായ് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ആണ്, DME. ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. ദുബായ് ഹോൾഡിങ്ങും അതേപോലെ ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൻ്റെയും കൂടി ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് ദുബായ് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ഫങ്ഷൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് സ്റ്റിൽ ടു ബി ലോഞ്ച്ഡ് ആണ് ആൻഡ് ഈസ് ലൈക്ലി ടു ബി ആൻ ആക്റ്റീവ് എക്സ്ചേഞ്ച് ഫോർ ഓയിൽ ഫ്യൂച്ചർ ഇൻ ഇറ്റ്സ് സെൻറ്റർ ഓഫ് ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻ. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇത് വർക്കിംഗ് അല്ല, അത് ഇറ്റ് ഈസ് ടു ബി ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. മെയിനായിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓയിൽ എക്സ്ചേഞ്ച് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് 5 ലാർജസ്റ്റ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. 5 ലാർജസ്റ്റ് കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകൾ കൂടെ നമുക്ക് ഈ ലെസണിൽ പരിചയപ്പെടാനുണ്ട്. 5 ലാർജസ്റ്റ് കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളാണ്. ഫസ്റ്റ് വൺ വരുന്നത് ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച്, പിന്നെ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച്, ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച്, ചിക്കാഗോ ബോണ്ട് ഓഫ് ട്രേഡ്, പിന്നെ ഷാങ്ഹായ്
മെറ്റൽ എക്സ്ചേഞ്ച്. ഇതാണ് 5 മെയിൻ ലാർജസ്റ്റ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. ഇതിൽ ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ഫിസിക്കൽ കമ്മോഡിറ്റിയുടെ എക്സ്ചേഞ്ചാണ്. ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച് അവിടെ ഇങ്ങനെ പ്ലാറ്റ്ഫോം ഫോർ മെറ്റലാണ്. ചിക്കാഗോ മെർക്കൻറ്റൈൽ യു എസിലെ മെയിനായിട്ടുള്ള കമ്മോഡിറ്റി എക്സ്ചേഞ്ചാണ്. ഫസ്റ്റ് യു എസിൽ ആദ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആവുന്ന ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ഇപ്പോഴും വേൾഡിലെ ലാർജസ്റ്റ് കമ്മോഡിറ്റി പ്ലാറ്റ്ഫോമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച്. പിന്നെ വരുന്നത് ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡാണ്. 1873 ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ചാണ്. ഇപ്പോഴും സ്റ്റിൽ വേൾഡ് ലീഡർ, ഓപ്ഷൻ ട്രേഡിങ്ങിലെ ലീഡറായിട്ട് നിൽക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഷാങ്ഹായ് മെറ്റൽ എക്സ്ചേഞ്ചാണ്. ഏറ്റവും ലാർജസ്റ്റ് മെറ്റൽ എക്സ്ചേഞ്ച് ഇൻ ചൈന. ചൈനയിലെ ലാർജസ്റ്റ് മെറ്റൽ കമ്മോഡിറ്റിയുടെ ഡീലിംഗ് നടക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഷാങ്ഹായ് മെറ്റൽ എക്സ്ചേഞ്ച്. ഇനി നമ്മൾക്ക് ഈ ലെസണിൽ പറയുന്നത് കോമൺ കമ്മോഡിറ്റീസ് ആണ്. ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് അഡീഷണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതിൽ പറയുന്നത് ക്രൂഡ് ഓയിൽ ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. പിന്നെ ഒന്ന് വരുന്നത് കോഫി. പിന്നെ വരുന്നത് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ വരുന്നത് എനിമൽ ആൻഡ് എനിമൽ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വൺ വരുന്നത് കൊക്കോ, ബട്ടർ, ഓറഞ്ച് ജ്യൂസ് ആൻഡ് ഷുഗർ. നെക്സ്റ്റ് വൺ വരുന്നത് മെറ്റൽസ്. അതിൽ സോഫ്റ്റ് മെറ്റലും ഹാർഡ് മെറ്റലിൻ്റെയും പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് പ്രഷ്യസ് മെറ്റൽ. അതിൽ ഗോൾഡ്, പ്ലാറ്റിനം അത്തരത്തിലുള്ളതൊക്കെ. പിന്നെ വരുന്നത് പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെ ഇത്. പിന്നെ വരുന്നത് നാച്ചുറൽ ഗ്യാസ്, ബയോഫ്യൂവൽ. ഇത്രയാണ് മെയിനായിട്ട് മോസ്റ്റ് കോമൺ കമ്മോഡിറ്റീസ് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇത്രയാണ് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ ഈ ലെസണിൻ്റെ ഭാഗമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ പബ്ലിക്കേഷൻ ആയതുകൊണ്ട് അഡീഷണൽ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലെസൺസ് വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒന്ന് കണ്ടെത്താവുന്ന രീതിയിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ എസ്സേ ടൈപ്പ് അതേപോലെ ഷോർട്ട് ആൻസർ ടൈപ്പ് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ കണ്ടെത്തിയിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൽ തന്നെ വേൾഡ് ഫസ്റ്റ് ഡയമണ്ട് ഡീൽ ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ICEX എന്ന് പറയാൻ പറ്റണം. ആ രീതിയിൽ കേട്ടോ. ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ് ആദ്യമായിട്ട് ഡയമണ്ടിൻ്റെ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ റീഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ വൺ വേർഡ് കൂടെ കണ്ടെത്തിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾ വോയിസ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയാണ് കമ്മോഡിറ്റി മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റ് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.